ഇനി പുളിങ്കുന്നത്തേക്ക് അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, അവിടെ എന്താ സ്ഥിതി? ഇന്നലെ ഏറെ നാടകീയമായ കാര്യങ്ങളാണ് പുളിങ്കുന്നിൽ കണ്ടത്. UDF-ൽ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച ഔസേപ്പച്ചൻ വെമ്പാടന്തറ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പായപ്പോൾ നേരെ LDF-ന്റെ പിന്തുണ തേടി അവിടെ LDF-ന്റെ പ്രസിഡന്റായി ഇന്നലെ ജയിക്കുകയായിരുന്നു. അത് കോൺഗ്രസിനെ ആകെ തന്നെ ഞെട്ടിച്ച ഒരു കാര്യമായിരുന്നു. ജില്ലയിലാകെ വലിയ വിജയം നേടാനായി എന്ന് പറയുമ്പോഴും പുളിങ്കുന്നിൽ ആ ഭരണം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നിലവിൽ കോൺഗ്രസ് ഉള്ളത്. എന്തായാലും ഔസേപ്പച്ചൻ വെമ്പാടന്തറയ്ക്കെതിരെ കടുത്ത നടപടി എന്നാണ് DCC പറയുന്നത്. അയോഗ്യനാക്കാനുള്ള നടപടികളിലേക്ക് പോകും എന്നും പറയുന്നു. എന്തായാലും ഈ കൂറുമാറിയ ഔസേപ്പച്ചൻ വെമ്പാടന്തറ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഏത് സാഹചര്യത്തിലായിരുന്നു കോൺഗ്രസിൽ നിന്ന് ഇങ്ങനെ ഒരു മാറ്റം? ഞാൻ കഴിഞ്ഞ 45 വർഷമായിട്ട് ഈ കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്ന ആളാണ്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അഹോരാത്രം ജോലി ചെയ്തിട്ടുണ്ട്. ചില സമയത്തൊക്കെ നമ്മളെ തല്ലുവരെ വാങ്ങിച്ചിട്ടുണ്ട്. ഓരോ സാഹചര്യങ്ങളും മറ്റേ നിയമസഭ ഇലക്ഷനൊക്കെ ബൂത്തുകളിൽ വെച്ച് നമ്മൾ ആക്രമണം വരെ നേരിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മൾ പ്രസിഡന്റ് സ്ഥാനം ചോദിച്ചെങ്കിലും ഇത്തവണ തരാൻ തയ്യാറായില്ല. അങ്ങനെയൊക്കെയുള്ള എനിക്ക് ഈ 30 വർഷമായിട്ട് ഇടതുപക്ഷ പാർട്ടി ഭരിക്കുന്ന ഈ വാർഡിൽ നിന്ന് ഞാനൊരുത്തം മാത്രമായിട്ട് ഇവിടെ ജയിക്കാൻ പറ്റും. 30 വർഷമായിട്ട് അവരെ ഭരിക്കുന്നത്. ഞാൻ അനേകം നന്മ ചെയ്യുന്ന പാവങ്ങളുടെ നേതാവാണ് ഞാൻ. ഉമ്മൻചാണ്ടി സാറിൻ്റെ പലർക്കും സഹായം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് എനിക്ക് മുതൽക്കൂട്ടായത്. ഇനി എന്താണ് നിലപാട്? കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായി മാറുകയാണോ അതോ? ഇല്ല, ഞാൻ ഇന്നലെ വോട്ടിങ്ങിന് ചെന്നപ്പോഴും മറ്റേ ഇടതുപക്ഷ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞത്, ഞാൻ ഇന്നും നാളെയും കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. എനിക്ക് വർഗീയ ശക്തികളുടെ വോട്ട് ഒഴിച്ച് ബാക്കി മതേതര ശക്തികൾ ആർക്ക് വേണമെങ്കിലും എനിക്ക് വോട്ട് ചെയ്യാം. അത് കേട്ടുകൊണ്ട് അവരെനിക്ക് വോട്ട് ചെയ്തു. CPM-ഉം അതിലെ മാണി കോൺഗ്രസും ഉണ്ട്. അവർ അടക്കമുള്ളവരെങ്കിൽ എന്നെ പിന്തുണച്ചു. അടുത്ത നടപടിയിലേക്ക് DCC കടക്കുന്നു എന്നാണ് പറയുന്നത്. അയോഗ്യരാക്കാനുള്ള നിയമ നടപടികളിൽ കടക്കം പോകുന്നു എന്നും പാർട്ടി നേതൃത്വം പറയുന്നു. അവർക്ക് അത് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഞാൻ കോൺഗ്രസിൻ്റെ മനസ്സാണ് എൻ്റെത്. എൻ്റെ മതേതര മനസ്സാണ്. ഞാൻ എന്നും കോൺഗ്രസ്സുകാരനാണ്. നാളെയും ഇന്നും ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. അവർക്ക് ആലോചിച്ചിട്ട് എൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എന്തും സ്വീകരിക്കാം. എന്തായാലും ഇതാണ് മതേതര കക്ഷികളുടെ വോട്ടുകൾ എടുക്കും. അതായത് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി എങ്ങനെ പ്രവർത്തിക്കുന്ന ആ രീതിയിലുള്ള പിന്തുണ മാത്രമാണ് ഇവിടെ തേടിയത് എന്നുള്ളതാണ് ഔസേപ്പച്ചൻ വെമ്പാടന്തറയുടെ വിശദീകരണം. എന്തായാലും കടുത്ത നടപടികളിലേക്ക് DCC പോകുമെന്ന് പറയുന്നു. നാളെ തന്നെ അയോഗ്യനാക്കാനുള്ള നടപടികളിലേക്ക് കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.